യഥാർത്ഥത്തിൽ ഒരാൾക്ക് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഉണ്ടല്ലോ. ഒരു ഉമ്മ മരിച്ചെന്നൊരു റോസാപ്പൂ കാണുന്ന ഇതിൻ്റെ ഫീലിംഗ് എന്തായിരിക്കും? അതുകൊണ്ട് എന്നാ കല്യാണത്തിൻ്റെ ദിവസം, വിവാഹത്തിൻ്റെ ദിവസം കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവും എന്ത് ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത്. മനസ്സ് ഇരുണ്ട് മേഘം വന്നാൽ അവിടെ എന്ത് ചെയ്യും? കാണുന്നതെല്ലാം ആ രൂപത്തിലായിരിക്കും. മനസ്സ് പുഷ്പിച്ചു നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ആ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരാൾ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഒരാൾക്ക് മാറാൻ പറ്റുക എങ്ങനെയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ശുഭങ്ങളെ കാണാൻ കഴിയുന്നൊരവസ്ഥ. കാണുന്നതെല്ലാം അശുഭമല്ല, നമ്മൾ കാണുന്നതനുസരിച്ച് എല്ലാം ശുഭമാണ് എന്നുള്ള രൂപത്തിലേക്ക് അതിലേക്ക് മനസ്സിനെ കൊണ്ടുവരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആരെ കണ്ടാലും അയാൾ ത്യാഗിയാണ്. യഥാർത്ഥത്തിൽ അയാൾ ത്യാഗിയാണ്. ഒരാൾക്ക് രാവിലെ ഡ്രസ്സ് ഇടണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, വിരിച്ച് കിടക്കണമെങ്കിൽ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒക്കെ ത്യാഗമുണ്ട്. ഒരാൾക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലിയ ത്യാഗമാണ്. അപ്പോൾ എല്ലാവരും ത്യാഗികളാണെങ്കിൽ എല്ലാവരെയും നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മളൊരാളെ ആദരിക്കുമ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് കൊടുക്കണം. അയാളുടെ നിന്ന് 2 പോസിറ്റീവ് അങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ്. അതല്ലല്ലോ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കണ്ട പുഞ്ചിരിക്കണം അല്ലേ? ആലോചിച്ച് നോക്കി, നമ്മളൊരു സദസ്സ് പോവാണ്, ഒരു കല്യാണമാകാം, എന്താവാം, അവിടെ ഒരു കുട്ടി അവിടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ചിരിച്ചാൽ, നമ്മൾ ചിരിച്ച ഇതിനേക്കാൾ സുന്ദരമായൊരു പുഞ്ചിരി ആര് തരും? ആ കുട്ടി തരും. നമ്മൾ ചിരിച്ചതിനെക്കാട്ടിലും ആ കുട്ടിക്കുണ്ടായ സന്തോഷത്തെക്കാട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം നൽകും. അപ്പോൾ നമ്മൾ എവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? കാണാൻ ശ്രമിച്ചാൽ എല്ലാവരും നമ്മളെ ആക്രമിക്കാനും നമ്മളെ നശിപ്പിക്കാനും വേണ്ടി വരില്ല. നമ്മളൊന്ന് മിണ്ടാനും പറയാനും ഒന്ന് മനസ്സ് തുറക്കാനൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ അനുഭവത്തിൽ പറഞ്ഞതുപോലെ കുറേയേറെ നമുക്ക് എന്ത് ചെയ്യും? ഞങ്ങൾ ടീമിലൊരു ഫാമിലി മീറ്റിലേ ഞങ്ങൾ സെഷൻ വെച്ച് ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ 3 ഗുണങ്ങൾ പറയാം, ഭർത്താക്കന്മാര് ഭാര്യമാരെ 3 ഗുണങ്ങൾ പറയാം. ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കിന് എല്ലാവരും ഭയങ്കര ബോണ്ടായി. അതിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ബോണ്ടായി. കാരണം എന്താ വെച്ചാൽ ഗുണം എടുത്തു പറയല്ലേ. ഈ ഗുണം പറയുമ്പോൾ തന്നെ ചില ഭാര്യമാർക്ക് എന്ത് ചെയ്യുന്നില്ല, പറയാൻ കിട്ടണില്ല, കരയാ പറയാൻ കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യാ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ചാൽ ഈ ദമ്പതിമാർക്കിടയിൽ ഒരാളെ ദോഷം മറ്റാൾ നോക്കും, മറ്റാളെ ദോഷം എന്ത് ചെയ്യും, ഇയാൾ നോക്കും. അതോടുകൂടി ഇത് മാറ്റാൻ ശ്രമിക്കും. ഭാര്യൻ്റെ ദോഷം മാറ്റേണ്ടതാരാ? ഭാര്യ. ഭർത്താവിൻ്റെ ദോഷം മാറ്റേണ്ടതായ ഭർത്താവ്. ഇത് നേരെ ഓപ്പോസിറ്റ്. ഭാര്യ ഭർത്താവിൻ്റെ ദോഷം മാറ്റാനും ഭർത്താവ് ഭാര്യൻ്റെ ദോഷം മാറ്റാനും നിൽക്കുമ്പോൾ ആകെ കച്ചറയാവും, ആകെ പ്രശ്നമാവും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഗുണം പ്രതീക്ഷിച്ച് നമ്മളടുത്തൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു 10 ഗുണം ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് സന്തോഷ ദുഃഖം ഉണ്ടാവുകയാണ്. അപ്പോൾ സന്തോഷം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരു 10 ആളെ 3 വീതം ഗുണങ്ങൾ വിചാരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ജീവിതം പോസിറ്റീവ് വൈബിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കാൻ പറ്റും. അഥവാ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഒരു മനസ്സ് തുറക്കാത്ത പുഞ്ചിരിക്കാത്ത ആളാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആവുകയാണെങ്കിൽ അവരും പോസിറ്റീവ് ആക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ അനുഭവത്തിൽ പറഞ്ഞ വിഷയത്തിലൊക്കെയും അവിടെ ആര് പോസിറ്റീവ് ആയപ്പോഴാണ് ഈ ലഹരിയിൽ നിന്ന് മറ്റൊരു രക്ഷപ്പെട്ടത്? ഇപ്പുറത്തുള്ളവരാണ്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് കേൾക്കുന്ന ശ്രോതാക്കളിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ മുതിർന്നവരുണ്ടാവുക, നന്നായി ശ്രദ്ധിക്കണം. എൻ്റെ ഭാര്യൻ്റെ നല്ലൊരു ഗുണം എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കണം. എപ്പോഴെങ്കിലൊക്കെ ഒന്ന്, ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു, ഒന്ന് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വല്ലാതെ മിസ് ചെയ്തു നിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളക ഉണ്ടല്ലോ, ഒരു സന്തോഷം. ഭർത്താവിൻ്റെ അതേപോലെ ഭാര്യമാർ പറയാൻ ശ്രമിക്കണം. മാറ്റങ്ങൾ നല്ല ഉണ്ടാവും. പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ വരണമെന്നുള്ളതാണ്. ഈഗോ സമ്മതിക്കൂല, അവിടെയാണ് പ്രശ്നം. ഈഗോ സമ്മതിക്കൂല. ഇനി ആരെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞാൽ അയാൾ കേട് വരുമോ എന്ന് വിചാരിക്കും. പുകഴ്ത്തി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ എന്ത് ചെയ്യും? കേടുവരും. അവരെ മോശം പറഞ്ഞാൽ അവർ നന്നാവുന്നില്ലൊരു തെറ്റായ ധാരണ ഉണ്ട് അല്ലേ? ഇപ്പം ഭാര്യമാരെടുത്തുനിന്ന് നല്ല ഒരു പരിഗണന കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലൊരു അവരിഷ്ടപ്പെടുന്നൊരു കമാൻഡ് പറഞ്ഞാൽ മതി.
ഇത് ഈ സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്. സ്നേഹം ഒരു പിന്നെ ഇവിടേക്ക് ഈ കറണ്ട് ഈ വെളിച്ചം കത്തുന്നത് ഇടുക്കിയിൽ നിന്ന് ഇതുവരെ പിന്നെ മുറിയാതെ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ വെളിച്ചം ഇവിടെ വെളിച്ചം കത്തുന്നത്. അതേപോലെ സ്നേഹത്തിന് ചാലകങ്ങളുണ്ട്. സംസാരം, സമയം കൊടുക്കല്, സാമീപ്യം, സമ്മാനം, പിന്നെ സ്പർശനം, ഇതൊക്കെ എന്താണ് സ്നേഹത്തിൻ്റെ ചാലകങ്ങളാണ്. ഇതിലൂടെ സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ശരിയാണ് നിങ്ങൾ പറഞ്ഞ കുറെ ഈ സമയം കൊടുക്കുന്ന ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരിക്കുക എപ്പോഴെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ട് നമ്മൾ ഭർത്താവിനോട് ഭാര്യയോട് സംസാരിക്കുക, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഇത് പോകും. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ പറഞ്ഞ സമ്മാനം, നമ്മൾ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരു എന്താ പറയുക, ഇന്നിപ്പോൾ അതിൻ്റെ കാലഘട്ടമാണ്, ഇന്ന് റീൽസും കാര്യങ്ങളൊക്കെ അതാണ്. അത് പോട്ടെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്ത്, നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഹദിയ കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഭർത്താവിനൊരു സമ്മാനം, ഭാര്യയ്ക്കൊരു സമ്മാനം അപ്രതീക്ഷിതമായിട്ട്, ആ സ്നേഹ പ്രകടനങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ ഭാര്യയ്ക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും, ഭർത്താവിന് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹു തആല കൂടുതൽ മനസ്സുകളെ. ചില ആളുകളോടെ സംസാരിക്കാൻ തോന്നും, ചില ആളുകളോട് സംസാരിക്കാൻ തോന്നില്ല. അതെന്താ വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം എന്താ വെച്ചാൽ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ പരസ്പരം സംസാരിക്കുക. അതിന് ഭാര്യയും സഹകരിക്കണം, ഭർത്താവും എന്ത് ചെയ്യണം, സഹകരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.